പുച്ഛം 2 കിലോ പുച്ഛം. അയ്യോ സജ്ജന ചവിട്ടോളി നീ കളി വയ്ക്കാനൊന്നും ഫൈൽ ചെയ്യണ്ടേ നോക്കാം. ഇമ്മച്ചിനെ വിളിച്ചിട്ടേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റെയിനിൻ്റെ സ്കൂളിലെ വാർഷികമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഓൾ നേരത്തെ പോയി, റഫീക്ക് നേരത്തെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പെട്ടെന്ന് ഇപ്പം തന്നെ നേരെ വൈകി ഒന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ബാഗൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അത് മാറ്റിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്താണ്. ട്രെയിനിൽ നിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് നേരത്തെ പോയത്. പക്ഷേ അപ്പോഴത്തേക്കും ടീച്ചേഴ്സും ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് റെയിനുവിനെ റെഡിയാക്കി. എല്ലാ കുട്ടികളും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. റെയിനുവിൻ്റെ ടീം 2 ഷെയ്ഡിലുള്ള 2 കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പർപ്പിളും ഗ്രീനും ആണ് കേട്ടോ. പിന്നെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മ്യൂസിക് പ്രശ്നമായതുകൊണ്ടിട്ട് എല്ലാം മ്യൂട്ട് ചെയ്തിടേണ്ടി വരികയാണ്. എങ്ങാനും കോപ്പിറൈറ്റ് വന്നാലോ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിന്റെ 52ാമത്തെ വാർഷിക ആഘോഷം കൊലിസി 2K25 ആരംഭിക്കുകയാണ്. വിവിധ കലാപരിപാടി, സാംസ്കാരിക സമ്മേളനം, നമ്മുടെ 7ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പാർട്ടി, അങ്ങനെ ഒത്തിരി പരിപാടികളുമായി നമ്മുടെ കോഴ്സ് ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഈ പ്രോഗ്രാം തീരുന്നത് വരെ ഉണ്ടാകണം. അതേപോലെ നിങ്ങളും ഇവിടുത്തെ ആഘോഷ പരിപാടികൾ കഴിയുന്നതുവരെ ഇവിടെ തന്നെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ വളരെ കൃത്യതയോടെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ ഈ ആഘോഷങ്ങൾ കണ്ട് ആസ്വദിക്കുകയും നിറഞ്ഞ കയ്യടിയോടെ ഓരോ പരിപാടികളും അവരെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയായി. കൃത്യം 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. കൃത്യം 6 മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ പരിപാടി തൊട്ടാണ്, LKG മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം കുട്ടികളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് റെയിനുവിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഗ്രീനാണ് റെയിനു ഇട്ടേക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിപ്പോയി ഓള്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഓളങ്ങോട്ട് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ വീഡിയോസ് ഉണ്ട്, പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പം ഇത് തന്നെ മതിയെന്ന് വിചാരിച്ച് ഇട്ടതാണ്. എന്തായാലും അല്ല കിടിലനായിട്ട് പിള്ളേർ കളിച്ചു. സാധാരണയുള്ള ഒപ്പനയിൽ ഞാൻ ഒരുപാട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഇത് ഇല്ലാണ്ട് എല്ലാം കൂടെ വലിച്ചു വാരി ഇടാൻ വയ്യല്ലോ, നിങ്ങൾക്ക് മുഷിയും. അതുകൊണ്ടിട്ട് ഞാൻ ചെറിയ പോർഷൻസ് മാത്രം, കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കാണ്. നല്ല സൂപ്പറായിട്ട് കളിച്ചു മക്കൾ, നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു ബോയ്സും ഗേൾസും ഒക്കെ കൂടെ ഒരു ടീമായിട്ട് ഒരാൾ ഇറങ്ങി, ഒരു ടീം ഇറങ്ങി, മറ്റേ ടീം കയറുന്നു. അങ്ങനെ ലാസ്റ്റ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ കോൽക്കളി ഒപ്പനും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു പ്രാവശ്യം ഉണ്ടായിരുന്നത്. ടീച്ചറുടെ എന്താ പറയുക, എഫേർട്ട് പ്രത്യേകം പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ സിസ്റ്ററും മേമയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റെയിനുവിൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. റൈസും നല്ല ഇഷ്ടത്തോടെ നോക്കി. കോമഡി ഉത്സവത്തിലൂടെയാണ് ഞാൻ കടന്നുവരുന്നത്. ആ കോമഡി ഉത്സവത്തിൻ്റെ ഫ്ലോർ നമുക്കിവിടെ കൊണ്ടുവരാം. ആണ് എടുത്തുപറയേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്രോഗ്രാമും വെച്ചാണ്. അയ്യോ ഒന്നും പറയല്ല, കിടക്കച്ച് പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2 മണിയായി പരിപാടി കഴിഞ്ഞപ്പം. അതിനിടയിൽ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ യാത്രയപ്പും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി
വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. റൈനിൻ്റെ സ്കൂൾ പരിപാടി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.